എഴുന്നേറ്റ് പടി മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. മുറ്റം തൂക്കൽ, ചെടി നനക്കൽ, അങ്ങനെ കലാപരിപാടികളൊക്കെ പുറത്താണ് ഇന്നത്തെ എൻ്റെ എല്ലാ പരിപാടികളും. വേറൊന്നുമല്ല, അടുക്കളയിൽ നമുക്ക് സുനിച്ചേട്ടൻ ഉണ്ടട്ടെ ഇന്ന്. സുനിച്ചേട്ടനുള്ള ദിവസം എനിക്ക് അടുക്കളയിലോട്ട് ചെല്ലേ വേണ്ട. ചേട്ടൻ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ നമുക്കൊരു അവിയലാണ് ചേട്ടൻ അവിടെ റെഡി ആക്കണത്. ഞാൻ പുറത്തൊക്കെ കറങ്ങി അടിച്ച് വന്നപ്പോഴേക്കും അവിയലൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആ ഗ്യാപ്പിൽ സുതപ്പൻ ചായ കുടിച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വേഗം തന്നെ കുറച്ച് അവിയലൊക്കെ ഒരു പ്ലേറ്റിലേക്ക് കോരിയെടുത്ത് രണ്ടുപേരും കൂടി അറിഞ്ഞും മുറിഞ്ഞും കഴിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചേട്ടൻ വരുമ്പോഴാണ് ഇങ്ങനത്തെ കറികളൊക്കെ കഴിക്കാൻ പറ്റണം. ഞാനാണെങ്കിൽ സാമ്പാർ അവിയലൊന്നും വെക്കാറില്ല കേട്ടോ. നല്ല പൊളിയായിരിക്കുള്ളൂ. നശിപ്പിച്ചു കളയും ഞാൻ അതിനേക്ക്. അതുകൊണ്ട് തന്നെ ചേട്ടനാണ് ഇതൊക്കെ റെഡിയാക്കി തന്നെ ആള്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ചേട്ടനാണെങ്കിൽ ചേട്ടന് ആയുർവേദത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ ചേട്ടൻ അതിൻ്റെ എണ്ണയും കാര്യങ്ങളൊക്കെ ഇടുന്ന സമയം കൊണ്ട് ഞാൻ പുറത്ത് പിന്നെ അവിടെ ചെന്നിരുന്ന് കുറച്ച് കപ്പയൊക്കെ അങ്ങോട്ട് നന്നാക്കി വെക്കാമെന്ന് കരുതി. നമ്മൾ കഴിഞ്ഞ ദിവസം മേടിച്ച കപ്പയാണല്ലോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കപ്പയിട്ടാ. കപ്പ മുഴുവനും എടുക്കണില്ല. കപ്പ ഞാനിങ്ങനെ കൊത്തി അരിഞ്ഞിട്ട് ഇങ്ങനെ ഫ്രീസ് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. ഞാൻ ചിലവരുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ മിക്ക ആൾക്കാരും ഇങ്ങനെ കപ്പ എടുത്ത് വെക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ട് അത് ഞാൻ കോപ്പി അടിച്ച് ചെയ്യുന്നതാണ്. എനിക്കിവിടെ സക്സസ് ആവാറുണ്ട്. ഇത് ഞാൻ അമ്മയോട് പറഞ്ഞപ്പോഴേക്കും അമ്മയും ഇങ്ങനെ ചെയ്തു വെച്ചപ്പോൾ നമുക്ക് എപ്പോഴാണോ കപ്പ കഴിക്കാൻ ആഗ്രഹം തോന്നുന്നത് അപ്പോൾ പോയി കടയിലോട്ട് ഓടണ്ട, കുറച്ചൊക്കെ എടുത്ത് ഫ്രീസറിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം ഞാൻ ദേ ചെയ്യണത് ഇങ്ങനെ കേട്ടോ. ഒരു 3-4 പ്രാവശ്യം അങ്ങോട്ട് കഴുകി വാരിയിട്ട് വേണ്ടൊരു 2 പ്ലാസ്റ്റിക് കവറിലാക്കിക്കൊണ്ട് നമുക്ക് വേണമെങ്കിൽ കണ്ടെയ്നേഴ്സിലാക്കി വെക്കാട്ടോ. ഞാനിങ്ങനെ ആലോചിക്കണമായിരുന്നു കുറച്ച് കണ്ടെയ്നേഴ്സൊക്കെ ഫ്രിഡ്ജിൽ വെക്കുന്ന കണ്ടെയ്നർ കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. ഇപ്പോഴും നമ്മൾ ബോക്സിലും കാര്യങ്ങളിലും പണ്ടത്തെ കവറിലൊക്കെ തന്നെയാണ് ഞാൻ ചെയ്യണത്. അതൊക്കെ ഒന്ന് മാറ്റാനുണ്ട്. അത് നമുക്ക് വഴിയെ മാറ്റാം. അങ്ങനെ ഞാൻ കപ്പനെ എടുത്ത് സുരക്ഷിതമായിട്ട് ഫ്രീസറിലേക്ക് വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തേക്ക് ആവശ്യമുള്ള കുറച്ച് കപ്പയും എടുത്ത് മാറ്റി വെച്ചിട്ട് വേഗം തന്നെ നമ്മൾ അയില എടുത്തിട്ട് അങ്ങോട്ട് മുളക് കറി വെച്ചിട്ടുണ്ട് കേട്ടോ. അയില നല്ലതായിട്ട് മുളകിൽ വറ്റിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കപ്പയ്ക്കും കൂടെ കഴിക്കാമല്ലാന്ന് ഓർത്ത് അധികം ചാറില്ലാത്ത രീതിയിൽ അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് സുനിച്ചേട്ടന് വേണ്ടിയിട്ടുള്ള കുടിക്കണ ആയുർവേദത്തിൻ്റെ ഒരു വെള്ളം കേട്ടോ. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്ന് നല്ല അവിയലും മീൻകറിയും കപ്പയും ചോറും ഒക്കെ ആയിട്ട് ഒരു പിടുത്തം പിടിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി അടുത്ത വീഡിയോ കാണാം.